ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു അറേബ്യൻ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഷവായിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഷവായ സാധാരണ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക ചിക്കനിലും മട്ടനിലൊക്കെയാണ് നമ്മൾ ഷവായ റെഡിയാക്കി എടുക്കുന്നത്. എന്നാൽ ഇത് നമ്മൾ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ് ഈ ഷവായ റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. ഒരു പൊട്ടാറ്റോ ഷവായാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. ഇത് നമ്മൾ ബുഖാരി ചോറിൻ്റെ കൂടെയാണ് ഇത് സെർവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഫുൾ മീലാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീലാണ്. അതുപോലെ വെജിറ്റേറിയൻസ് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇന്നത്തെ റെസിപ്പി. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന ഈസി റെസിപ്പിയാണ്. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇനി തന്നെ ഞാനിവിടെ 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. തൊലി കളഞ്ഞ് കഴുകി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇല്ലെങ്കിൽ വേവിച്ചതിന് ശേഷം തൊലി കളഞ്ഞാലും മതി, നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാം. ഇനി ഞാനിത് ഉപ്പിട്ടിട്ട് നന്നായിട്ട് പുഴുങ്ങി എടുത്തിട്ടുള്ളതാണ്. നന്നായിട്ട് തന്നെ വേവാക്കി എടുക്കുക കേട്ടോ. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് ഇതിലേക്കുള്ള മസാല റെഡിയാക്കാം. ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒരു ഉള്ളിയുടെ പകുതി നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുള്ളതാണ്. ഒരു ഉള്ളി മുഴുവൻ എടുത്തിട്ടില്ല കേട്ടോ, ഒരു ഹാഫ്. ഒരു 4 അല്ലി വെളുത്തുള്ളിയും കൂടെ അതുപോലെ അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് പേസ്റ്റാക്കിയിട്ട് തന്നെ എടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ ഉരുളക്കിഴങ്ങിൽ കുറച്ച് ഉപ്പിട്ടിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഉപ്പ് നിങ്ങൾ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമ്മൾ ജീരകം വറുത്തിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അതുപോലെ 1 ടീസ്പൂൺ ഹോട്ട് പാപ്രിക്ക ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ മുളക് പൊടിയും കുറച്ച് ക്യാപ്സിക്കും കൂടെ അരച്ചെടുത്താൽ മതി. ഇനി ഇതുപോലെ ടൊമാറ്റോ പേസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ടീസ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഈ ടൊമാറ്റോ പേസ്റ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉള്ളി അരച്ചെടുക്കുമ്പോൾ ഒരു തക്കാളിയുടെ പകുതിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുത്താൽ മതി. എന്നിട്ട് ഇത് കൈ വെച്ചിട്ട് നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ പാപ്രിക്ക പൗഡർ എന്ന് പറഞ്ഞാൽ ക്യാപ്സിക്കത്തിൻ്റെ പൊടിയാണ് കേട്ടോ. അപ്പോൾ അതില്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ക്യാപ്സിക്കത്തിൻ്റെ കഷ്ണത്തിൻ്റെ കൂട്ടത്തിൽ അരച്ചിട്ട് ചേർത്താൽ മതി. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങിലേക്ക് ഈ മസാല നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ നേരത്തെ നമ്മൾ ഇത് ഒന്ന് വരഞ്ഞെടുക്കുക അങ്ങനെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ നന്നായിട്ടൊന്ന് ഈ മസാല ഒന്ന് തേച്ച് പിടിപ്പിക്കുക. ഇതിലേക്ക് ഇഞ്ചിയൊന്നും ചേർക്കരുത് കേട്ടോ. ഇഞ്ചി ചേർത്തിട്ടുണ്ടെങ്കിൽ മൊത്തം ഒരു ഫ്ലേവർ മാറിപ്പോവും. അപ്പം നന്നായിട്ട് തന്നെ മസാല തേച്ച് വെക്കുക. ഇത് നമ്മൾ തേച്ച് കുറച്ച് സമയമൊക്കെ മാറ്റി വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ. ഈ ഒരു കത്തിയോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കാം. അപ്പം ഈ മസാലയൊക്കെ ഉള്ളിലേക്കൊന്ന് കയറാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ ഉൾഭാഗത്തേക്ക് കുറച്ച് മസാല ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. നമ്മൾ വേവിച്ച ഉരുളക്കിഴങ്ങാണല്ലോ. നമ്മൾ ഇറച്ചിയിലൊക്കെയാണ് ഉള്ളിലേക്ക് മസാല ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ടേസ്റ്റ് ആണല്ലോ, ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവും. ഇത് നമ്മൾ വെജിറ്റബിൾസ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ഇതില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒന്ന് കുത്തി കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ നമ്മൾ ആ മസാല ഒന്നും കൂടി നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം. ഇത് നമ്മളൊരു 2-3 മണിക്കൂറൊക്കെ മാറ്റി വെക്കണം കേട്ടോ, എന്നാലേ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഇതിന് ശേഷം നമ്മൾ വേറെ എന്തെങ്കിലും പണിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും. അപ്പോൾ നന്നായിട്ട് തന്നെ ഞാൻ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിൽ റോട്ടിസറിൻ്റെ ആ കോലിലേക്ക് കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓവനിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, സെൻട്രലായിട്ട് ഉണ്ടാവുമല്ലോ റോട്ടിസറിൻ്റെ ആ ഒരു ഇത്. അപ്പോൾ അതിലേക്ക് ആദ്യം നമ്മൾ അതിൻ്റെ ആ ഒരു ലോക്കിൻ്റെ ഒരു ഭാഗത്തെ ലോക്കൊന്ന് റെഡിയാക്കി എടുക്കാം. അത് ആ കമ്പിയിലൊന്ന് കോർത്തിട്ട് സ്ക്രൂ ഒന്ന് ടൈറ്റാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം കുറച്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് വേണം നമ്മളത് ടൈറ്റാക്കി കൊടുക്കാനായിട്ട്. അത് നമ്മൾ ഹാൻഡിൽ വെച്ചിട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഗ്യാപ്പിലാണല്ലോ അത് വെക്കുക. അതുകൊണ്ടാണ്. ഇനി ഇത് ഓരോന്നായിട്ട് നമുക്കിതിൽ കോർത്തെടുക്കാം. നമ്മൾ ചിക്കനിൽ കോർക്കുകയാണെന്നുണ്ടെങ്കിൽ ചിക്കനിന് ഹോൾ ഉണ്ടാവും. ഇത് പൊട്ടാറ്റോ ആകുമ്പോൾ നമ്മൾ ഇതുപോലെ കുത്തിയിട്ട് തന്നെ ഹോൾ ഉണ്ടാക്കണം കേട്ടോ. ഇപ്പോൾ ബോയിൽ ചെയ്ത പൊട്ടാറ്റോ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആ ഒരു കമ്പി കോർത്ത് കിട്ടാനും സുഖമാണ് കേട്ടോ. പിന്നെ പച്ച പൊട്ടാറ്റോയിലൊന്നും ചെയ്യരുത്. ഇതുപോലെ ബോയിൽ ചെയ്തിട്ട് തന്നെ നിങ്ങൾ ചെയ്യുക, വേവിച്ചെടുത്തിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് ഷാർപ്പില്ലാത്ത ഒരു ഇതാണ്, അതിൻ്റെ ഒരു അറ്റം ഷാർപ്പില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വേവിച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കയറിക്കോളും. അപ്പോൾ ഇതുപോലെ നമുക്ക് 3ഉം കോർത്തെടുക്കാം. അപ്പോൾ നമ്മൾ പൊട്ടാറ്റോ എത്ര വേണേലും വെച്ചെടുക്കുക, 1 കിലോയിൽ കൂടരുത് കേട്ടോ. അപ്പോൾ പിന്നെ ആ ഒരു ഇത് തിരിയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഓരോ ഓവൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ വെച്ചുകൊടുത്താൽ മതി. അപ്പം നന്നായിട്ട് നമ്മൾ കോർത്തെടുത്തതിന് ശേഷം ഒന്നും കൂടെ ബാക്കിയുള്ള മസാലയൊക്കെ ഇതിൽ തന്നെ പൊതിഞ്ഞ് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ബാക്കിയുള്ളത് മൊത്തം നമുക്ക് ഇതിൽ തന്നെ പുരട്ടി കൊടുക്കണം കേട്ടോ.
മസാല ഒട്ടും വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ട് തന്നെ പൊതിഞ്ഞ് വെച്ചാൽ മതി. ഇനി ഓവൻ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു പാനിൽ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ഒഴിച്ചിട്ട് ഒന്ന് ഗ്രില്ല് ചെയ്തെടുത്താൽ മതി കേട്ടോ. നമ്മൾ ചിക്കനൊക്കെ ചെയ്യാറില്ലേ, അതുപോലെ ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത്, ഗ്രില്ല് ചെയ്ത് തന്നെ എടുക്കുക കേട്ടോ. അപ്പോഴാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുക. മറ്റേ ഭാഗത്ത് ലോക്കും കൂടെ വെച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ടൈറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഓവനിൽ വെച്ചിട്ട് ഗ്രില്ല് ചെയ്യണം. അതിന് മുമ്പായിട്ട് കുറച്ച് ഓയിലും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒലിവ് ഓയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിച്ചെടുക്കാം, അല്ലെങ്കിൽ സാധാരണ ഓയിൽ അല്ലെങ്കിൽ ബട്ടർ വേണമെങ്കിലും തേച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ള മസാലയും കൂടെ നന്നായിട്ട് തന്നെ അതിൻ്റെ മുകളിൽ തന്നെ വെച്ച് കൊടുക്കുക. നമ്മൾ സാധാരണ ചിക്കനൊക്കെ ആകുമ്പോൾ ചിക്കൻ്റെ സ്കിന്നോട് കൂടിയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ആ സ്കിന്നിൽ തന്നെ ഒരുപാട് ഫാറ്റ് ഉണ്ടാവും. നമുക്ക് പൊട്ടാറ്റോ ആയതുകൊണ്ട് നമ്മൾ കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഓവനിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു അരമണിക്കൂറാണ് ടൈം കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് ആവുന്നുണ്ട്. ഒരു അരമണിക്കൂർ മതി നമുക്കതൊന്ന് ഗ്രില്ലായി കിട്ടാനായിട്ട്. അപ്പോൾ അരമണിക്കൂറിന് ശേഷം നമുക്കിത് പുറത്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഷവായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഓൾറെഡി വെന്തിട്ടുള്ള പൊട്ടാറ്റോ ആണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം അതിൽ കടന്നിട്ട് വേവേണ്ട ആവശ്യമൊന്നുമില്ല. പുറം ഭാഗം നന്നായിട്ടൊന്ന് ഗ്രില്ലായി കിട്ടിയാൽ മാത്രം മതി നമുക്ക്. അപ്പം ഞാനത് ഓവനിന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പം നല്ല ചൂടാണ് കേട്ടോ. ഇനി നമുക്ക് ആ ലോക്കിൻ്റെ ആ ഭാഗം അഴിച്ചെടുത്തിട്ട് ഈ കമ്പിയിൽ നിന്ന് ഇതൊന്ന് റിമൂവ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഒരു ട്രെയിലോ ഒരു പ്ലേറ്റിലോ എന്തിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്കിത് എടുത്ത് മാറ്റാം. അപ്പം കൈ തൊട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ, കമ്പി നല്ല ചൂടായിട്ട് തന്നെ ആവും ഇരിക്കുക. അപ്പം അതെല്ലാവരും കൈ പൊള്ളാണ്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഷവായ ചെയ്തിട്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും. ചിക്കനൊക്കെ ആകുമ്പോൾ നമുക്ക് എന്തായാലും 1 മണിക്കൂറൊക്കെ എടുക്കും കേട്ടോ, ചിക്കനൊക്കെ ഒന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് അത്രയും ടൈമൊന്നുമില്ല, ഒരു അരമണിക്കൂർ വെച്ചാൽ തന്നെ നമുക്ക് നന്നായിട്ട് തന്നെ ഗ്രില്ലായി കിട്ടും. പിന്നെ ഒരുപാട് കളർ ചേഞ്ച് ആയി ബ്ലാക്ക് കളറൊന്നും ആക്കരുത്, അപ്പോൾ കരിഞ്ഞ ഒരു ടേസ്റ്റൊക്കെ ആവും വരിക. അപ്പോൾ ഇത്രയും മതി നമുക്ക്. ഇത് ഇനി നമ്മൾ ബുഖാരി ചോറിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. ഈ ബുഖാരി ചോറിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക കേട്ടോ. 2 ബുഖാരി ചോറിൻ്റെ റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് ചിക്കൻ ഇട്ടിട്ട് ഒന്ന് ചിക്കൻ ഇടാതെയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരു സാലഡ് ഓണിയനും കുറച്ച് ലെമണും അതുപോലെ തന്നെ കുറച്ച് പച്ചമുളകൊക്കെ വെച്ചിട്ടാണ് സെർവ് ചെയ്യുന്നത്. റൊട്ടിയും കൂടെ വെച്ചിട്ടുണ്ട് ഞാൻ. ഇപ്പോൾ സ്പൈസി ആയിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് പച്ചമുളകൊക്കെ കൂട്ടിയിട്ട് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.